ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ, സിസ് ബ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ കൊണ്ടാണ്. കാരണം വെച്ചാൽ ഇന്ന് ഒരു വീട്ടിൽ ഒരു വണ്ടിയൊന്നും ഇല്ലാത്ത വീട് തീരെ ഉണ്ടാകാൻ സാധ്യതയില്ല, വളരെ കുറവായിരിക്കും, ചുരുക്കമായിരിക്കും. അപ്പോൾ വെച്ചാൽ രാത്രിയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനടക്ക് തന്നെ എൻ്റെ ചങ്ങായി രാത്രി വണ്ടിയും ബൈക്കും കൊണ്ട് വരുമ്പോൾ വെച്ചാൽ നായ് മുറിയത്തിനെ പനിച്ച്, അതായത് കുറുകെ ചാടിയിട്ട് നായ്ക്ക് തട്ടിയിട്ട് ഭയങ്കര അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തലക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ബാക്കി റോഡിൽ വീണ് തോലെല്ലാം പെരങ്ങി രോഗിയായിപ്പോയിന്. അപ്പോൾ വെച്ചാൽ രാത്രി കാലങ്ങളിൽ ലൈറ്റിൻ്റെ കുറവ് കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൊരു ചെറിയൊരു ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ഇതിപ്പം. ഏകദേശം മഞ്ഞ കളർ പോലെയല്ലേ, അതൊരു മഞ്ഞ കളർ പോലെ ഇല്ലത്, പൊടി മാറിയിട്ടും എങ്ങനെയാണെന്നറിയില്ല, ആ അവസ്ഥയിലാണ് ഇല്ലത്. അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് എനിക്ക് കാണുന്നത്. ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഈ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റ്. ആ ചെറുനാരങ്ങയിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേക്കിംഗ് സോഡ തട്ടുന്നുണ്ട്, ബേക്കിംഗ് സോഡ കുറച്ചെടുക്കുക. അതിനുശേഷം എന്താണ്ട് വിഷ്ണു, അതിനുശേഷം ഇങ്ങനെ അതാ ഇപ്പൊ ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വട്ടത്തിൽ വരച്ച് തേച്ച് പിടിപ്പിക്കുക. ഈ ചെയ്യുന്ന പോലെ തന്നെ വരച്ചരച്ച് പിടിപ്പിക്കുക. പരമാവധി ഇങ്ങനെ വരച്ചരച്ച് കുറച്ച് അധികം സമയം തന്നെ പിടിപ്പിക്കുക. പരമാവധി ഇത് കുറേ സമയം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു മാറ്റം. ഒരു മഞ്ഞ കളറ് പോയിട്ട് ഇപ്പോൾ ഒരു വെള്ള കളർ വന്നതായിട്ട് നമുക്ക് വീഡിയോൻ്റെ അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു തുണിയെടുത്തിട്ട് ഇതിങ്ങനെ ഉരച്ച് കളയണം. ഈ സംഭവം നമ്മൾ നേരത്തെ തേച്ച് പിടിപ്പിച്ച സംഭവം ഇങ്ങനെ ഉരച്ച് കളയുക. നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് കളയുക. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് അതിന് ശേഷം ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് തേച്ച് പിടിപ്പിക്കുക. എന്താ നേരത്തെ ചെയ്തതുപോലെ തന്നെ, ആദ്യം ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഇപ്പം വെച്ചാൽ പേസ്റ്റ് എടുക്കണ്ട, ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഇപ്രാവശ്യം പേസ്റ്റ് എടുക്കണ്ട, ടൂത്ത് പേസ്റ്റ് എടുക്കണ്ട, ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്ത് അതിന് ശേഷം ഞാൻ വെച്ചാൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകുക വേണ്ടത്. വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുക. ഇപ്പോൾ നല്ല വെളുത്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോഴത്തെയും വ്യത്യാസം ശരിക്കും മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഓരോരാൾക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ വർക്ക്ഷോപ്പിലോ അതുപോലെയുള്ളവർക്ക് പോയിട്ട് ചെയ്യേണ്ടതില്ല. ചെറിയ സമയത്തേതും അതുപോലെ തന്നെ ചെറിയ മുതൽ മുടക്കില്ലോ ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.